GSK ഗ്രൂപ്പിലോട്ടേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞങ്ങളിന്ന് 4 മണിക്ക് ഞങ്ങളുടെ GSK ഹോട്ടലിൽ പോകാൻ പോവുകയാണ്. കണ്ട നട്ടപാരാട്ടിയൊക്കെ ആയിട്ട് തോന്നും. ഞങ്ങൾ കാണിച്ചു തരാം. 4 മണിയാണേ, പൊളച്ച 4 മണിയാണേ, ഫുള്ള് ലൈറ്റാ. ഫുള്ള് ഞങ്ങൾ നേരെ അവിടെ വണ്ടി 4 മണിക്ക് ഈ സൈക്കിൾ തണുത്തുള്ളൂ. ബാക്കി ഒന്നും തന്നിട്ടില്ല. കടകൾ പൊതുവെ കുറവാണെന്ന് തോന്നാം. ഞങ്ങൾ ഇന്ന് അമ്പലത്തിൽ പോകാൻ പോവാണ്. രാവിലെ അമ്പലം ഒരു 6-6:30 ആവുമ്പോൾ തുറക്കും. അവിടെ പോയിട്ട് ചായയൊക്കെ കുടിച്ച് വരുമ്പോക്കും ഹോട്ടലിൽ പോയിട്ട് ചായ കുടിച്ച് വരുമ്പോക്കും സമയം ഉണ്ടാവും. ഇപ്പൊ തന്നെ 5:30 4:30 5:30. ഇനി 6 മണിയാവും. ഇച്ചിരി സമയമുള്ളൂ. 5:46 ഇവിടെ ഫുള്ള് ലൈറ്റ്, നല്ല ഭംഗിയൊക്കെയാ. ഇച്ചിരി വൈകിപ്പോയി. നല്ല അടിപൊളി. ഫ്രണ്ടിൽ പോകുന്നത് എൻ്റെ അച്ഛനാണ്. ഞങ്ങൾ 3 പേരും കൂടി നടക്കുവാണ്. ഞാൻ, അമ്മ, അച്ഛൻ. അവിടൊക്കെ റെയിൽവേ പോസ്റ്റ് ഫുള്ള് വന്ന രാവിലെ ആയതുകൊണ്ട് ഒരു വണ്ടികൾ കുറവാണ്. ബസ്സും പിന്നെ ഉച്ചയായി കഴിഞ്ഞാൽ പിന്നെ ഉടുകത്തെ ഗേറ്റാടെ അടക്കായി കഴിഞ്ഞാൽ ഭയങ്കര തുറക്കായിരിക്കും. ഇവിടെ ഇതൊന്നും ഇപ്പൊ തുറക്കത്തില്ല. ഞങ്ങളുടെ ഹോട്ടൽ GSK ഹോട്ടൽ, പേരറിയാത്തവർക്ക് GSK ഹോട്ടൽ. നിങ്ങൾ ഓർഡർ ചെയ്യുമ്പോഴപ്പം ഞങ്ങൾ കഴിഞ്ഞല്ലോ, ഓർഡർ അയക്കുന്നതായിരിക്കും. തിങ്കളാഴ്ച ഞങ്ങൾ എല്ലാ ദിവസവും ഔഡിയാണ്. തിങ്കളാഴ്ചയാണ് ഞങ്ങൾ ഔഡി. ഉള്ളിയെടുത്ത് വെളിച്ചം വരുമ്പോൾ ബാക്കിയെടുക്കും. ഇപ്പം രാത്രിക്ക് വണ്ടി വന്ന് തുടങ്ങുന്നുണ്ട്. വണ്ടി വന്ന് തുടങ്ങണല്ലോ. രാവിലെ കാണാൻ നല്ല ഭംഗിയാണ്. ഫുള്ള് ലൈറ്റും. പക്ഷെ കടകളൊന്നും അധികം തുറക്കുന്നൊന്നുമില്ല. GSK ബേക്കറി ഉണ്ട്. അറിയാത്തവർ ഞങ്ങളുടെ ഹോട്ടലിൽ വന്ന് നിങ്ങൾ പറഞ്ഞു തന്നതായിരിക്കും. ഹോട്ടലിന് ഇച്ചിരി വണ്ടി പോകണം. എന്നിട്ട് പോയി കഴിഞ്ഞാൽ ബേക്കറി കാണും. ബേക്കറി ഒരു 7:30 ആവുമ്പോഴേ തുറക്കത്തുള്ളൂ. അമ്പലത്തിലെ ചെറിയ ശബ്ദം ഇവിടെ വരെ കേൾക്കാം. നിങ്ങൾക്ക് കേൾക്കാൻ പറ്റുന്നുണ്ടോന്ന് അറിയില്ല. ഞങ്ങൾ ചായയൊക്കെ കുടിച്ച് അമ്പലത്തിലൊക്കെ പോകുന്ന വീഡിയോ ഇടാം. അമ്പലമൊക്കെ തുറന്ന് ചീരിപ്പോണം. പക്ഷെ അമ്പലം കൂടുതൽ സൂം ചെയ്തിട്ട് കണ്ട് ആടുന്നു. അതുകൊണ്ട് കൂടുതൽ ഞാൻ റോഡ് നോക്കണം, ഫോണിൽ നോക്കണം. ബാക്കി വണ്ടിയും വേണുണ്ട്. ഞാൻ സൂം മോഡൽ ഉണ്ടെന്ന് ആക്കി. കൂടുതലും ബസ്സൊക്കെയാ പോകുന്നത്. ഇപ്പോൾ ഒരു സൈൻ ബോർഡ് ഉണ്ട്. ഞങ്ങള് മറ്റേ വീട് കാണിച്ചായിരുന്നല്ലോ ഞങ്ങള് കടയിന് വീട്ടിൽ പോകണം. പക്ഷെ അത് രാത്രിയല്ലായിരുന്നു, രാവിലെയാ. കണ്ട രാത്രിയായിട്ട് തോന്നും. ഇപ്പൊ വെളുത്ത് കിളീൻ്റെ ശബ്ദമൊക്കെ കേൾക്കുന്നുണ്ട്. പിന്നെ ഇവിടെ നിന്ന് പോയാൽ TD സ്കൂള്, ഞാൻ പഠിക്കുന്ന സ്കൂള്, ആ ബസ് അവിടെ എത്തിയത്. TD സ്കൂൾ ഇതല്ല കേട്ടാ. TD സ്കൂൾ അങ്ങ് പോകണം. അമ്പലത്തിൻ്റെ പാട്ട് കേട്ടോ. കേട്ടില്ലേ? ഞങ്ങൾ ഇനി ചായയൊക്കെ കുടിച്ച് ബാക്കി അമ്പലത്തിൽ പോകുന്ന വീഡിയോ ഞങ്ങൾ ഇറക്കാം.
അതിരാവിലെ ആയതുകൊണ്ട് ആക്കാള് നോക്കാം. ആക്കാള് കുറവായിരിക്കും. പൂവൊക്കെ പറിച്ച് വെക്കണൊക്കെ കാണാം. ഇവിടെ സൂസസ് നടുന്നില്ലെങ്കിൽ പാമ്പ് നോക്കണം. ഞങ്ങളുടെ JSKK ഹോട്ടലിട്ടാണ് കഴിക്കുന്നത്. അത് കണ്ട, അവിടെ നിന്ന് നേരെ പോയിട്ട് ഇങ്ങോട്ട് പോകണം. ആ വളവ് തിരിയണ്ട, അതിന് ഇപ്പത്തെ സൈഡ് കണ്ട, ഇപ്പത്തെ സൈഡിന് നേരെ പോയിട്ട് ആ കാറ് കിടക്കണ കണ്ട, അതിൻ്റെ ഇപ്പത്തായിട്ടാണ് ഞങ്ങളുടെ ബേക്കറി കിടക്കുന്നത്. അവിടെ ചെന്ന് കഴിഞ്ഞാൽ ടേബിളൊക്കെ പുറത്തായിരിക്കും. അപ്പം ഞങ്ങൾ ചായ കുടിച്ച് അമ്പലത്തിൽ പോകുന്ന വിശേഷം ഇടക്കുന്നുണ്ടായിരിക്കും. താങ്ക് യു. ഞങ്ങൾ നേരെ ബേക്കറി പോയിട്ട്, അച്ഛൻ ബേക്കറി പോയേക്കുവാണ്. ബേക്കറി പോയിട്ട് ഞങ്ങൾ നേരെ അമ്പലത്തിൽ പോകുന്നതായിരിക്കും. ബേക്കറി കഴിച്ചാൽ ആ കാറിൻ്റെ ഓപ്പോസിറ്റ്. ഇവിടെ നേരെ പോകണം. ഇതാണ് ഞങ്ങളുടെ JSKK ബേക്കറി. ഇതാണ് ഞങ്ങളുടെ ബേക്കറി. ഫ്രണ്ടിൽ കാണുന്ന അമ്പലം TD അമ്പലം എന്നാണ് പേര്. TD അമ്പലം. ഇതാണ്ടേ അവിടെ ഒരു ചെറിയ പൂന്തോട്ടം. ഇവിടെ പൂന്തോട്ടമൊക്കെ ഇപ്പം നിർമ്മിച്ചിട്ടുണ്ട്. അമ്പലത്തിലേക്കുള്ള പൂക്കളൊക്കെ ഇപ്പം അവിടെ നിന്നൊക്കെയാണ് എടുക്കുന്നത്. പൂക്കളടക്കം എല്ലാവിധ സാധനങ്ങളും അവിടെ നിന്നാണ് എടുക്കണേ. അമ്പലത്തിൻ്റെ ഞാൻ കാണിച്ചതിന്. പക്ഷെ ഇപ്പം അതിരാവിലെ നടയൊക്കെ തുറക്കും. ഇതെന്നത്തെ ഞാൻ പറയാറുണ്ട്, അന്ന് പറഞ്ഞല്ലോ മറ്റേ ചെരുപ്പിടുന്ന സ്ഥലം. അവിടെ തന്നെ പൂക്കൾ കള്ളങ്ങളുണ്ട്. അത് ഒരു ദേവീനെ നോക്ക്, ഒരു ചിത്രം വരച്ചിരിക്കുന്നു. രാമലക്ഷ്മണ സീത. എത്ര കഷ്ടപ്പെട്ടിട്ട് ഇവർ വരച്ചേ. ഇവരെ സമ്മതിക്കണം. നട തോന്നില്ല. സബാസ് നട തോന്നുന്നു വിജയിച്ചു. TD അമ്പലത്തിൽ അതിരാവിലെ കയറുന്ന നല്ല വൈബാ. നല്ല തണലും നല്ല സ്ഥലങ്ങളും അങ്ങനെ കുറേ സ്ഥലങ്ങൾ ഈ TD അമ്പലം. അവിടെയും മറ്റേ ദൈവത്തിൻ്റെ ഇത് പ്രസാദം കിട്ടും, ഇവിടെയും കിട്ടും. ഇവിടുത്തെ ഏറ്റവും വലിയൊരു വഴിപാടെന്ന് വെച്ചാൽ ഹനുമാൻ സ്വാമിക്കുള്ള വെറ്റിലമാല. അത് നമുക്ക് എന്തെങ്കിലുമൊക്കെ ആഗ്രഹങ്ങളൊക്കെ നമ്മൾ സഹായിക്കാണെങ്കിൽ വെറ്റിലമാല നമ്മൾ നടക്കുമെന്ന് പറയുന്നത്. പ്രത്യേക മക്കളാണ്. ഇത് തുളസി പൂജ ഇവിടെ നടത്താറുണ്ട്. പിന്നെ അവിടെ ഒരു വണ്ടി കിടപ്പുണ്ട്. വണ്ടിയല്ല, വാഹനം. അവിടെ തുളസാത്തിന് നല്ല രസമാണ്. ചെണ്ട കൊട്ടലും. പിന്നെ നിങ്ങൾക്ക് ഒരു സർപ്രൈസ് ഉണ്ട്. ഒരു സാധനം അവിടെ പശു സെറ്റ് ഉണ്ട് അവിടെ. ഇത് പശുക്കുട്ടി. ഇതെപ്പോഴും ഇവിടെ തന്നെ കെട്ടാൽ പൊക്കത്ത് പ്രാവൊക്കെ പറക്കുക. ഒരു പശു, ഒരു പശു അവരെന്തോ നോക്കിക്കൊണ്ടിരിക്കും. ആലോചന മുഴുകിരിക്കുക. പിന്നെ എന്ത് ചെയ്യണമെന്ന്. അതിവിടെ എപ്പോഴും ഉണ്ടല്ലോ ആ പശു. ഞങ്ങൾ തിരിഞ്ഞ് നേരത്തെ വന്ന സ്ഥലത്ത് എത്തി. ഇവിടെ ഒരു ഫിൽറ്ററുണ്ട്. പിന്നെ ഇവിടെ ഇത് സപ്പദൈവത്തിൻ്റെ ഇതാണ്. എന്താണ് മറ്റേ ഇത് ഇവിടെ ഞാൻ വെള്ളം കുടിക്കാതാവാൻ പോകത്തില്ല. ഇവിടെ വെള്ളം ഇവിടെ നിന്ന് കുടിക്കും.
ഇതിൽ കറങ്ങിപ്പോണം. ഇപ്പം ഇതിൻ്റെ പൊക്കത്ത് കൂട്ടിക്കും. പ്രധാനമാണ്, ഇത് നെയ്വിളക്കൊക്കെ കിട്ടും. പ്രധാനമാണ്. അത് നടയെ കൊണ്ട് ദൈവത്തിനും കൊടുക്കണം. ഇപ്പം ഇതൊക്കെ പൂട്ടിയിട്ടേക്കോ. ഇത് കാണിച്ചത് ഇവിടെ അടക്കെ ഞങ്ങൾ ഹനുമാന്റെ വീട്ടിലെ മാല. ഹനുമാന്റെ വീട്ടിലെ മാല. ഇവിടെ ഇത് ഗണപതി. പിന്നെ ഇവിടെ വിളക്കുകളാണ്. സൂക്ഷിച്ച് നടന്നില്ലെങ്കിൽ കാളേക്കൊണ്ട് നല്ല രസമായിരിക്കും. കാളേക്കൊണ്ട് ഇതാണ് കൊടിമരം. ഇവിടുത്തെ കൊടിമരം. പിന്നെ അടിപൊളി പിക്ചർ ഇവിടെ ഉണ്ട്. കൊടിമരം, പിന്നെ ഹനുമാന്റെ പിക്ചർ, പിന്നെ ഇവിടുത്തെ ബെല്ല്. KK ഗ്രൂപ്പിൻ്റെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഞങ്ങൾ ഈ അമ്പലത്തിൽ അതിരാവിലെ വന്ന് തൊഴുത് ഞങ്ങൾ കടയൊക്കെ തോന്നുന്നു ഉള്ള വീഡിയോ ഞങ്ങൾ എടുത്തേക്കുന്നു. ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ് ചെയ്യണം, ബെല്ലൈക്കൺ വയ്ക്കുക, നോട്ടിഫിക്കേഷനൊക്കെ വയനാടായിരിക്കും. താങ്ക് യു. താങ്ക് യു. ടാറ്റാ. ടാറ്റ.